എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കപ്പ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ കപ്പിനൊന്ന് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും കപ്പ് പൊട്ടിപ്പോയി. ക്രാഫ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കപ്പിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വേറെ രീതിയിലൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുതൽ കപ്പിൻ്റെ പിടി പൊട്ടിയിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഒരു പൊട്ടിയ കപ്പ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ പുളിയുടെ കുരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ചുറ്റിലും ഇങ്ങനെ കുരു ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മേലെ ഭാഗത്തും ഒക്കെ ഫുള്ളായിട്ട് കപ്പിന് ഫുള്ളായിട്ട് നമ്മൾ പുളിയുടെ കുരു ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് ഫെവിക്കോൾ എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക, എന്നിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂവിൻ്റെ മേലെയും കൂടെ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ടിഷ്യൂ മൊത്തമായിട്ട് ഈ ഒരു ഇത് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഫെവിക്കോളിൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ മേലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല സെക്യൂറായിട്ട് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെയാണ് നല്ലൊരു ടെക്സ്ചറുള്ള ഒരു ഇത് കിട്ടും. അപ്പം നമ്മുടെ ബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു ഹാൻഡിലിൻ്റെ ഭാഗമൊക്കെ ഞാൻ ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് ബ്ലാക്ക് പെയിൻ്റാണ്. ബ്ലാക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ കളറുമാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കരിങ്കല്ലിൻ്റെ ഒക്കെ ഒരു കളറിൻ്റെ കൂടെ ഇങ്ങനെ ഏകദേശം ഒരു പച്ചപ്പ്, അതായത് ഒരു എന്താ പറയുക, ഒരു പൂപ്പലൊക്കെ ബാധിച്ച പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടും, ആ ഒരു കളറ് കിട്ടും. പിന്നെ ഈ ഒരു സ്പോഞ്ച് ബ്രഷ് ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് ചെയ്ത, ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ് സ്പോഞ്ചിൻ്റെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം ആ ഒരു ബ്രഷ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒരുപാട് ബ്രഷസിൻ്റെ പല ടൈപ്പ് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പച്ചയും ഗ്രേയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഉണ്ടാവുക. പിന്നെ ആ ഒരു പുളിങ്കുരു ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ടെക്സ്ചറും ഉണ്ടാവും. ഇനി നമുക്ക്, അതായത് ഒരു പാറയുടെ ഒരു ടെക്സ്ചർ ഉണ്ടാവും. ഇനി നമുക്ക് പഴയ ഇയർഫോണാണ് വേണ്ടത്. ഇയർഫോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ, പഴയതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂലെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇയർഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇയർഫോൺ ഇതുപോലെ ഇതിൻ്റെ മേലേന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയർഫോൺ ഇതുപോലെ പീസാക്കിയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇഷ്ടമുള്ള ഡിസൈനിൽ. അപ്പോൾ ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ ബ്രാഞ്ചസ് വരുന്ന പോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മുടെ മെഡിസിൻ
റാപ്പർ. നമ്മുടെ ചാനലിലത്തെ മെയിൻ ആൾ മെഡിസിൻ്റെ സ്ട്രിപ്പാണല്ലോ. അപ്പം മെഡിസിൻ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു റൗണ്ട് ഇല്ലേ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഞാൻ പൂവിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ എഡ്ജസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പെറ്റൽ ഷേപ്പാക്കി എടുക്കുക, ഒരു ഫ്ലവർ ഷേപ്പാക്കി എടുക്കുക. ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതും കൂടെ നമുക്ക് ഈ ഒരു ഈ ഒരു ഇയർഫോണിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു വയറിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതും ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങിക്കഴിയുമ്പോൾ ഞാൻ വെള്ളരിക്കയുടെ കുരു കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എടുത്തത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പം ഓറഞ്ചിൻ്റെ കുരുവോ വാട്ടർമെലണിൻ്റെ സീഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇനി അത് ലീഫ് പോലെ ഇങ്ങനെ ഒന്ന് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാൻ കുറച്ച് പണിയാണെങ്കിലും കാണാൻ നല്ല ലുക്കാണ്. അതിനുശേഷം ഞാൻ ഈ ഫ്ലവേഴ്സിന് റെഡ് കളറും പിന്നെ ആ ഒരു കുരുവിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. ഇനി നമുക്കിത് പെൻ സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല നമ്മുടെ പോട്ടായിട്ടോ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് പോട്ടായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.